ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബിരിയാണിയുടെ കൂടെയും മന്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ മുളകച്ചാറ് തയ്യാറാക്കാം. സാദാ പച്ചമുളകാണ് അതിനാവശ്യം. വാളംപുളിയും 3 അണി ശർക്കരയും 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും വേണം. ശർക്കര ഉരുക്കാൻ വയ്ക്കുമ്പോൾ അതിൽ പുളിയും കൂടെ ചേർത്ത് ഉരുക്കാൻ വയ്ക്കുക. ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും ഇട്ട് പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഇനി അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുക. അതൊന്ന് നല്ലപോലെ മൂത്ത് വരണം. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ വഴറ്റുക. വെള്ളം തീരെ ഉണ്ടാവരുത്. എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കല്ലുപ്പാണ് ഞാൻ ചേർത്തത്. 1.5 സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അച്ചാറിൽ ഉപ്പൊന്ന് മുൻതൂക്കമായിട്ട് നിൽക്കണം. ഇനി അതിലേക്ക് ശർക്കരയും പുളിയും കൂടിയുള്ള ഇത് അരിച്ചു വെച്ചതാണത്. ഉരുക്കി വെച്ചത് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കുക. ഇളക്കി ഒന്ന് കുറുകി വരണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീട്ടിൽ തന്നെയുള്ള എല്ലാ സാധനവും ഇതിനാവശ്യമുള്ളൂ. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചതാണ് ചേർത്തത്. 1 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഒരു മാസം വരെയെല്ലാം കേടുകൂടാതെ നിൽക്കും. അതിലേക്ക് കായപ്പൊടി ചേർക്കുക. 1 സ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. കായപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ യോജിപ്പിക്കുക. എല്ലാം ഒന്ന് വെന്ത് കുറുകി വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസോളം വിനീഗർ ഒഴിക്കാം. വിനീഗർ ഒഴിക്കുന്നത് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. വളരെ ടേസ്റ്റിയായ മുളകച്ചാർ റെഡി.